ഹലോ എവരി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ കീഴിൽ വരുന്ന ഈ ഒരു ജോലിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. CCI റിക്രൂട്ട്മെന്റ് 2025 ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ദ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെന്റ് അണ്ടർടേക്കിംഗിൽ വരുന്ന നമ്മുടെ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി തന്നെയാണെന്നുള്ള ഒരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോളുക. അപ്പോൾ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ വേരിയസ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അവർ ക്ഷണിച്ചിട്ടുമുണ്ട്. എലിജിബിൾ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ട്രെയിനി വിളിച്ചിട്ടുണ്ട്, മാർക്കറ്റിംഗിലും അതുപോലെ തന്നെ അക്കൗണ്ട്സിലും വിളിച്ചിട്ടുണ്ട്. അതുപോലെ ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവിലാണ് അത്യാവശ്യം വാക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റും പിന്നെ ജൂനിയർ അസിസ്റ്റന്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബ് എന്ന് പറയുന്ന ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വാക്കൻസി വന്നിരിക്കുന്നത്. വാക്കൻസി കുറവ് തന്നെയാണ്, പക്ഷെ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കോളാം. നല്ലൊരു സാലറി പാക്കേജ്, നല്ലൊരു ജോലിയും ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ 147 വേക്കൻസീസ് ആണ് വരുന്നത്. 147 വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ CCI റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു എക്സാമിനേഷൻ ആണ്. 147 പോസ്റ്റുകൾ വരുന്നുണ്ട്. വേരിയസ് പോസ്റ്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഇനി അടുത്ത് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരൊറ്റ എക്സാമിനേഷനേ വരുന്നുള്ളൂ, ഒരൊറ്റ റിട്ടൺ എക്സാമിനേഷനാണ് വരുന്നത്. പിന്നെ മെഡിക്കൽ ടെസ്റ്റും അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉള്ളൊരു ടെസ്റ്റാണ്. cottoncorporation.org.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായി തന്നെ ശ്രദ്ധിച്ചോളുക. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. എന്നോട്ട് ഏതുവരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അപ്ലൈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മെയ്ക്കാണ് കേട്ടോ. മെയ് 9 സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24 മെയ് വരെ സമയമുള്ളൂ. ഒരുപാട് ടൈമൊന്നുമില്ല. 24 മെയ്ക്ക് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇതിന്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും എല്ലാം കൃത്യമായി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ചാൻസ് തന്നെയാണ് ഇതെന്ന് കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. ഇനി നമ്മുടെ ആ ഒരു വാക്കൻസി ലിസ്റ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി മാർക്കറ്റിംഗിലേക്ക് വേണ്ടി 10 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. മാനേജ്മെന്റ് ട്രെയിനി അക്കൗണ്ട്സിലേക്ക് 10 വേക്കൻസി ആണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 125 വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. ഏറ്റവും നല്ലൊരു വേക്കൻസി വന്നിരിക്കുന്നത് ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവിലാണെന്ന കാര്യം ശ്രദ്ധിക്കുക. ജൂനിയർ അസിസ്റ്റന്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബിൽ വെറും 2 വേക്കൻസിയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വാക്കൻസി അത്യാവശ്യം കുറവാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവിന് 125 വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ വേക്കൻസി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നും കൂടെ കൃത്യമായി അറിയണം. കാരണം നിങ്ങൾ ഏത് കാസ്റ്റ് കാറ്റഗറിയിലാണോ വരുന്നത് ആ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എന്ത് ചെയ്യാവൂ, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാവൂ. ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് ആണ് അത്യാവശ്യം വന്നിട്ടുള്ള വേക്കൻസി. അതിനെന്തുണ്ട്, 115 അതുപോലെ തന്നെ 3 ബാക്ക്ലോഗ് വേക്കൻസീസും ആണ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായി തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. 3 അല്ല, അല്ലാണ്ട് കുറച്ച് വേക്കൻസീസ് ഉണ്ട്. ഈ പറയുന്ന പോലെ 115 വേക്കൻസി ഉള്ളതിൽ എത്ര ആർക്കൊക്കെയാണെന്ന് പറയുന്നുണ്ട്. SCക്ക് 17 വേക്കൻസി, STക്ക് 9 വേക്കൻസി, OBCക്ക് 31, EWSന് 12, UR കാൻഡിഡേറ്റ്സിന് 46 വേക്കൻസി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകെ മൊത്തമാണ് റെഗുലർ വേക്കൻസിയിൽ 115, ബാക്ക്ലോഗ് വേക്കൻസി അത്യാവശ്യം 15 വേക്കൻസി ബാക്ക്ലോഗ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ മുന്നേ വിളിച്ചിട്ട് എന്ത് ചെയ്ത ഫില്ലാവാത്ത ആ ഒരു വേക്കൻസീസിനെയാണ് ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസി അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. മാനേജ്മെന്റ് ട്രെയിനി മാർക്കറ്റിംഗിലാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് STക്ക് 1 വേക്കൻസി ഉള്ളൂ, OBCക്ക് 2 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, EWSന് 1, URന് 4 വേക്കൻസി. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആ വേക്കൻസി കൃത്യമായി അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അപ്ലൈ ചെയ്യാവൂ. നമുക്ക് ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുക, വൈസായിട്ട് തന്നെ ചൂസ് ചെയ്യുക. മാനേജ്മെന്റ് ട്രെയിനി അക്കൗണ്ട് ആണെങ്കിൽ 7 വേക്കൻസി ആണ് മൊത്തത്തിൽ ഉള്ളത്. STക്ക് 1, SCക്ക് 1, OBCക്ക് 1, EWSന് 1, URന് 3. ജൂനിയർ അസിസ്റ്റന്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബ് ആണെങ്കിൽ ഒരു SC പോസ്റ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഒരു OBC പോസ്റ്റ് ബാക്ക്ലോഗ് വാക്കൻസി ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് വാക്കൻസി എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആർക്കൊക്കെ മാത്രമേ എന്ന് ഇതൊരു സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ടുള്ള വാക്കൻസീസ് ആണ്. സ്പെസിഫൈഡ് കാറ്റഗറിക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന വാക്കൻസി ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ കോമ്പറ്റീഷൻ കുറവ് തന്നെ ആയിരിക്കും എന്ന വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 30 വയസ്സാണ്. 18 to 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം വരെ, 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ
OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 33 കേട്ടോ. OBC ആണെങ്കിൽ 33, അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ എന്തായാലും 30 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ വലിയൊരു പോസ്റ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യുക. മാനേജ്മെന്റ് ട്രെയിനി മാർക്കറ്റിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? MBA വേണം. പക്ഷെ എന്ത് റിലേറ്റഡ് ഫീൽഡിലായിരിക്കണം? അഗ്രികൾച്ചർ റിലേറ്റഡ് ഫീൽഡ്. കാരണം കോട്ടൺ ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങളുടെ വർക്കിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള MBAs ചെയ്തവരായിരിക്കണം. എന്താണ് മാനേജ്മെന്റ് ട്രെയിനിയിൽ മാർക്കറ്റിംഗിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൃത്യമായി തന്നെ അവർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഫിൽറ്ററിങ് നടക്കുകയാണ്. അപ്പോൾ ഇത്ര വാക്കൻസി ഇട്ടോളൂ എന്നുള്ളൊരു ടെൻഷൻ അവിടെ വരേണ്ട ആവശ്യമില്ല. ഇത്രയും കാറ്റഗറി അനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? വാക്കൻസി കൊടുത്തിട്ടുള്ളത്. 10 വാക്കൻസി ആണെങ്കിലും അത് MBA ഇൻ അഗ്രികൾച്ചർ ബേസ്ഡ് മാനേജ്മെന്റിൽ ചെയ്തവർക്ക് മാത്രമാണ് ചാൻസ്. അതുപോലെ മാനേജ്മെന്റ് ട്രെയിനി അക്കൗണ്ട്സ് CA അല്ലെങ്കിൽ CMA പഠിച്ചവർക്കുള്ളൊരു ചാൻസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ട്, ചാർട്ടേഡ് മാനേജ്മെന്റ് അക്കൗണ്ട് ഒക്കെ പോലെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തവർക്കുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ് MBA എന്തിൽ വേണം? ഫിനാൻസോ PG കൊമേഴ്സിലോ അങ്ങനെ എന്തെങ്കിലും സബ്ജക്ട്സുകൾ ചെയ്ത് അല്ലെങ്കിൽ MCOM ചെയ്തവർക്കൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് അക്കൗണ്ടിങ് സെക്ഷനാണ്. മാസ്റ്റേഴ്സ് ചെയ്തവരായിരിക്കണം നിങ്ങൾ. ഒന്നീ MCOM ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ CA CMA കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് MBA ഫിനാൻസിൽ ചെയ്തവരായിരിക്കണം എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ വാക്കൻസി വന്ന ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവിന് എന്ത് യോഗ്യതയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSc അഗ്രികൾച്ചർ പഠിച്ചവർക്ക്. അപ്പോൾ അഗ്രികൾച്ചർക്ക് പഠിച്ചവർക്ക് ഏറ്റവും നല്ല ചാൻസ് ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. BSc അഗ്രികൾച്ചർ ഫ്രം എനി റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ആൻ അഗ്രിഗേറ്റ് ഓഫ് 50% മാർക്സ്. 50% മാർക്ക് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതായത് OBC അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ UR കാൻഡിഡേറ്റ്സിന് 50% മാർക്കാണ് ചോദിക്കുന്നത്. മറ്റ് 45% പറയുന്നത് SC ST PWD കാൻഡിഡേറ്റ്സിനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. BSc അഗ്രികൾച്ചർ പഠിച്ച ആർക്കും എന്ത് ചെയ്യുക? ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവിലേക്ക് അപ്ലൈ ചെയ്യുക. അത് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ക്രൈറ്റീരിയ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് ജൂനിയർ അസിസ്റ്റന്റ്, വെറും 2 വാക്കൻസി വിളിച്ച് എന്തിനു വേണ്ടിയാണ്? ഡിപ്ലോമ ഇലക്ട്രിക്കലിലോ ഇലക്ട്രോണിക്സിലോ ഇൻസ്ട്രുമെന്റേഷനോ ചെയ്ത പോളിടെക്നിക് കോളേജിൽ നിന്നൊക്കെ ചെയ്തവർക്കുള്ള ചാൻസ് ആയിട്ടാണ് അസിസ്റ്റന്റ് അവിടെ പറയുന്നത്. ജൂനിയർ അസിസ്റ്റന്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും വേക്കൻസി വന്നു എങ്കിൽ പോലും അവിടെ അത്രയും ഫിൽറ്ററിങ് നടന്നിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. കാരണം അഗ്രികൾച്ചർ റിലേറ്റഡ് ഫീൽഡ് ചെയ്തവർക്കുള്ള ഒരു ചാൻസ് ആയിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്ത് നമുക്ക് വരുന്ന സബ്ജക്റ്റ് എക്സാം പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഓൺലൈൻ എക്സാമിനേഷനാണ് വരുന്നത്. ഒരൊറ്റ എക്സാമിനേഷനാണ് വരുന്നത്. വേറെ ഒരു പ്രൊസീജിയറിലൂടെ നിങ്ങൾക്ക് കടന്നു പോകണ്ട. ഇതിന് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി പക്കയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. ജനറൽ ഇംഗ്ലീഷ് നമ്മുടെ നോർമൽ SSC RRB പാറ്റേൺ തന്നെയാണ്. ജനറൽ ഇംഗ്ലീഷ്, റീസണിങ് വരുന്നുണ്ട്, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് വരുന്നുണ്ട്, അതുപോലെ ജനറൽ നോളജ് GK വരുന്നുണ്ട്. അതുപോലെ തന്നെ 5th സബ്ജക്റ്റ് ആയിട്ട് എന്താണ്? സബ്ജക്ട് റിലേറ്റഡ് നോളജ്. അതായത് നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത്? MBA മാർക്കറ്റിങ്ങിലാണോ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ MBA ഫിനാൻസിലാണോ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോട്ടെ BSc അഗ്രികൾച്ചർ ആണോ നിങ്ങൾ കൊടുത്തത്, ഏത് ഫീൽഡിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിന് പറ്റിയതായിട്ടുള്ള സബ്ജക്ട് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് എത്ര ചോദിക്കും? ഒരു 60 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 60 ക്വസ്റ്റ്യൻസ് 60 മാർക്കാണ്. നമുക്കറിയാം 120 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി വരുന്നത്. മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് ഇതെല്ലാം കൂടെ ഒരു 15 വെച്ചിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഒരു 60 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും, അതുപോലെ ഒരു 60 ക്വസ്റ്റ്യൻസ് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് നോളജിൽ നിന്നുമാണ് വരുന്നത്. അത് ശ്രദ്ധിക്കുക. 120 മിനിറ്റ് 2 മണിക്കൂർ സമയമാണ്. ഇതിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതാനും ഓരോ മിനിറ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചേ. 120 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് തരുന്നത്. അപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് തന്നെയാണ്. എക്സാം എന്തായാലും ജൂലൈ ആ ഒരു ടൈമിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത കാറ്റഗറി വൈസ് ഇത് പറയുകയാണെങ്കിൽ, നമ്മുടെ ഫീസ് പറയുകയാണെങ്കിൽ, ആപ്ലിക്കേഷൻ ഫീസ് ആണെങ്കിൽ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 1500 രൂപയാണ്. അതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് 1000, ഇൻറ്റിമേഷൻ ചാർജസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ചാർജസ് 500 രൂപ, അങ്ങനെ 1500 രൂപയാണ് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിക്കുമെന്ന് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ ഒരു ജോലി എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 19ഓളം സെന്റേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഓവറോൾ നമുക്ക് 19 സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ ആ സെന്റേഴ്സിൽ ഏതിലാണ് കിട്ടണമെന്ന് നമുക്ക് ഇപ്പോഴേ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിപ്പം നമുക്ക് കേരളത്തിൽ സെന്റർ ഇല്ല, നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലൊക്കെ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ആയിരിക്കും ജോലി വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? നിങ്ങൾ ഇതിനേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്
പാടുള്ളൂ കേട്ടോ. അപ്പോൾ SC/ST വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ ചാർജ് ഒരു 500 രൂപയുണ്ട്. അതുകൊണ്ട് 500 രൂപ ടോട്ടലി നിങ്ങൾ പേ ചെയ്യണം കേട്ടോ. പേയ്മെന്റ് ഉണ്ട്. SC/STക്ക് 500 രൂപയാണ് പറയുന്നത്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അതിന്റെ സാലറി പാക്കേജ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മാനേജ്മെന്റ് ട്രെയിനി മാർക്കറ്റിംഗിന് എത്ര രൂപയാണ്? 30,000 നിന്ന് തുടങ്ങുന്ന സാലറി 1,20,000 അടുപ്പിച്ച് നിൽക്കുന്ന സാലറിയാണ് വരുന്നത്. 1 lakh above സാലറിയാണ് മാനേജ്മെന്റ് ട്രെയിനീസിന് കിട്ടുന്നത്. മാനേജ്മെന്റ് ട്രെയിനീസിന് അക്കൗണ്ട്സിലും മാർക്കറ്റിംഗിലും കിട്ടുന്നത് 1 lakh above സാലറി തന്നെയാണ്. അതുപോലെ നമ്മുടെ ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന നമ്മുടെ ആ പോസ്റ്റിലേക്ക് വരുന്നത് എന്താണ്? 22,000 നിന്ന് തുടങ്ങി 90,000 അടുപ്പിച്ച് കിട്ടുന്ന സാലറി പാക്കേജ് ആണ്. എന്തായാലും 90,000 അല്ലെങ്കിൽ ഒരു 50,000 പുറത്ത് സാലറി ഉള്ള ഏതൊരു ജോലി ആയാലും നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് അതിനായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 22,000 തൊട്ട് 90,000 വരെയാണ് അതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നമുക്ക് എന്തായാലും എക്സാം സെൻറ്റേഴ്സ് ഒക്കെ ട്രിവാൻഡ്രം, കൊല്ലം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എറണാകുളം സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെന്ന് എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്. കാരണം നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു വരും. ഇതിനൊക്കെ പ്രത്യേകിച്ച് ക്ലാസ്സസ് ഒന്നും ആരും കൊടുക്കത്തില്ല. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള എഫേർട്സ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ SSC RRB പോലെയുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ് അറിഞ്ഞിരിക്കും. മാത്സ് ആയാലും റീസണിങ് ആയാലും GK ആയാലും ഇംഗ്ലീഷ് ആയാലും എവിടെ നോക്കണമെന്നൊക്കെ ഉള്ളൊരു സിലബസ് നോളജ് ഉണ്ടായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിൽ ഏതൊരു എക്സാം ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബാക്കി വരുന്നത് നമ്മുടെ കയ്യിലുള്ളതാണ്. നമ്മൾ എങ്ങനെ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായി തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അത് നിങ്ങൾ പോസിറ്റീവ്ലി എടുത്ത് കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ റെയർ ആയിട്ടുള്ള എക്സാംസുകൾക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ്. എത്രയോ ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്, അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് വിളിക്കാറുണ്ട്. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയും. ഇപ്പോൾ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ആ ഏജ് ലിമിറ്റ് വരെ നമുക്ക് എല്ലാത്തിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 18 to 30 years ഒക്കെ വരുന്ന ജോബ് എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പോൾ അതിനേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ PDF നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഡയറക്റ്റ്ലി പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.